അങ്ങനെ കുട്ടിയെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്യേണ്ടതായിട്ട് പോലും വന്നു. ഈ സമയത്ത് കേരളത്തിൽ ഒരു കൊടാക്ക് മഹീന്ദ്രയുടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, ആസിഫ കൊല്ലപ്പെട്ടത് നന്നായി. കാരണം ഒന്ന് നമുക്ക് പറയാം, കുറ്റവാളികളെ ഈ മതത്തിലേക്ക് ചേർത്ത് വെക്കരുതെന്ന് ഇവിടെ പറഞ്ഞത് ആരറിയും? നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അതെങ്കിലും ഇവരൊക്കെ കേൾക്കണ്ടേ? ഇപ്പം ഇദ്ദേഹം ആ ഒരു പാർട്ടിയുടെ ഒരു അനുയായിയാണല്ലോ. അപ്പോൾ ശരിക്കും മുഖ്യമന്ത്രി പറഞ്ഞാണ് എന്ത്, നാർക്കോട്ടിക് ജിഹാദിൻ്റെ പ്രശ്നം വന്നു, ലവ് ജിഹാദിൻ്റെ ഇഷ്യൂ വന്നു, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നിന്നാണ് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, കണ്ണൂർ ജില്ലയിലെ പാലത്തായിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെടുകയും പോക്സോ കേസിൽ ഉൾപ്പെടുത്തി ഒരു അധ്യാപകൻ പിടിക്കപ്പെടുകയും കോടതി നടപടികൾക്ക് ശേഷം ശിക്ഷിക്കപ്പെടുകയും ചെയ്ത സാഹചര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഈ ഒരു കേസ് പല കാരണങ്ങളാൽ അതിൻ്റെ തുടക്കം മുതൽ തന്നെ സജീവമായ ചർച്ചയ്ക്ക് വിധേയമായതാണ്. ഈ കേസിൽ പിടിക്കപ്പെട്ട പ്രതി BJPയുടെ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവാണ് എന്നതടക്കം അതിന് കാരണങ്ങളാണ്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് വർഗീയ വിദ്വേഷം വമിക്കും വിധമുള്ള പരാമർശങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങളെ വർഗീയമായി വിദ്വേഷം ഉണ്ടാക്കാൻ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പലപ്പോഴായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിലും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മളിതിനെ കാണുന്നത്? ഈ വിഷയത്തെ, ഈ പാലത്തായി കേസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമ്മുടെ പ്രേക്ഷകർ അതിനെ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കണം. ഒന്ന്, അതിൻ്റെ നാൾ വഴികളിലൂടെ കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് അതിൻ്റെ പൾസ് കിട്ടും. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോൾ ഈ പാലത്തായി കേസ്, എന്തായിരുന്നു ഇപ്പോൾ അത് അതിന്? കാരണം അത് അത്ര ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് ചുരുക്കി പറയണമെന്ന് തോന്നുന്നു. 2020 ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവ യഥാർത്ഥം നടക്കുന്നത്. ഈ RSS നേതാവും ഒരു സ്കൂൾ അധ്യാപകനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് K. പത്മരാജൻ എന്നാണ്. അദ്ദേഹമാണ് ഇതിൽ പ്രതി. അഥവാ ഒരു 10 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിനെ ശൗചാലയത്തിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നാണ് കേസ്. അതിൽ ഒരുപാട് അട്ടിമറികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള ആരോപണങ്ങൾ വന്നു. പിന്നെ 2025 ഈ വർഷം നവംബർ നവംബർ 15 ഈ മാസം തന്നെ അതിലാണ് തലശ്ശേരി ജില്ലാ പോക്സോ കോടതി എന്ത് ചെയ്തത്, അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന് മുകളിൽ കോടതികളുണ്ട്, അങ്ങോട്ട് പോകും. പക്ഷെ ഇപ്പോഴത്തെ നിലവിലുള്ള വിധി അതാണ്. അങ്ങനെ ഈ കഴിഞ്ഞ 23-ാം തീയതി അദ്ദേഹത്തെ സർവീസിൽ നിന്ന് എന്ത് ചെയ്തു, പിരിച്ചുവിടുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം. അപ്പോൾ ഇത് ഇപ്പോൾ വിവാദമാകാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിധിന്യായത്തിൽ ഒന്ന് ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നൊരു പരിസരത്ത് നിന്ന് അദ്ദേഹം കുറ്റവാളിയാണെന്ന് എന്ത് ചെയ്തു, വന്നു കഴിഞ്ഞു. മറ്റൊന്ന്, ഈ വിധിന്യായത്തിലെ ഒരു പരാമർശം ഒരു പ്രധാനമായ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അതായത് ഈ കുട്ടിയെ കൗൺസിൽ ചെയ്ത ചില കൗൺസിലർമാരുണ്ട്. ഈ കൗൺസിലർമാരുടെ ഉത്തരവാദിത്തം എന്താ വെച്ചാൽ, ഈ കുട്ടിയെ വളരെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് അനുഭവിച്ച പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് നീതി വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും അവരുടെ ലക്ഷ്യം. പക്ഷെ അവർ നേരെ എതിരായിട്ടാണ് എന്ത് ചെയ്തത്, ഈ കൗൺസിലർമാർ ഈ കുട്ടിനോട് പെരുമാറിയത്. അവർ വളരെ മോശപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു, ഈ കുട്ടിയെ വല്ലാതെ ഹരാസ് ചെയ്തു. അതായത് കുട്ടിയെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാനുള്ള ഒരു കൗൺസിലിംഗ് ആണ് അവർ കൊടുത്തത്. അപ്പോൾ ഈ പ്രശ്നമൊക്കെ എന്ത് ചെയ്തു, ഇപ്പോൾ കോടതി വരുമല്ലോ, വാദങ്ങൾക്ക് വന്നു. അവസാനം കോടതി വിധിയിൽ തന്നെ ആ വിഷയം പരാമർശിച്ചു. എന്നിട്ട് പറഞ്ഞു, അന്നത്തെ വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് മന്ത്രി അവരുടെ ആ വിഷയത്തിൽ വേണ്ടതുപോലെ എന്ത് ചെയ്തില്ല, അത് പരിഗണിച്ചില്ല, അതിൽ നടപടി സ്വീകരിച്ചില്ല എന്ന ഒരു പരാമർശം വന്നു. ആ പരാമർശം വാർത്തയായി. അത് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കാരണമായി. അതിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നു. അതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ബഷീർ പറഞ്ഞ CPMൻ്റെ നേതാവ്, ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണെന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം P. ഹരീന്ദ്രൻ, അദ്ദേഹം നടത്തിയൊരു വിവാദ പ്രസ്താവനയാണ്. അപ്പോൾ ആ വിവാദ പ്രസ്താവനയാണ് നമ്മളെ ഈ വിഷയം ചർച്ച ചെയ്യിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. നമ്മൾ ഇടപെടുന്ന ഒരു തലവും അതാണ്. അതല്ലാതെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങളോ അതിൻ്റെ മറ്റു വിഷയങ്ങളോ അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ മുസ്ലിം സമുദായത്തെ പല രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി പലരും പല സന്ദർഭത്തിലും ശ്രമിക്കാറുണ്ട്. അതിന് ഈ ഇടയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതി എന്താ വെച്ചാൽ,
ഇപ്പോൾ ലീഗിനെ, അതുപോലെ SDP അതേപോലെ ജമാഅത്തിനെ, ഇതിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരെ ചാരി മുസ്ലിം സംസ്കാരത്തെയും സമുദായത്തെയും അതുപോലെ തന്നെ ഒരു വേള ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളെയുമൊക്കെ പ്രഹരിക്കുന്ന ഒരു രീതി ഈ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈയിടെയായിട്ട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടുള്ളൊരു കൃത്യമായ വിയോജിപ്പാണ് നമുക്ക് ഈ രംഗത്ത് പറയാനുള്ളത്. കാരണം ചോദ്യം ഉന്നയിക്കുന്നവരെ വേഗം തീവ്രവാദ ചാപ്പയടിച്ചുകൊണ്ടൊരു മൂലക്കിരുത്തുക എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഇപ്പോൾ SDP ആകട്ടെ, ജമാഅത്താകട്ടെ, മറ്റുള്ള ആ ടീമിൽപ്പെട്ട ആരാകട്ടെ, അവരോടൊക്കെ നമുക്ക് ആശയപരമായി നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ വിയോജിപ്പുകളുണ്ട്. ഇപ്പോൾ ഈ SDP കുറച്ചുകൂടി ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ NDF, അതൊക്കെ ഇവിടെ കേരളത്തിൽ കടന്നു വന്ന സമയത്ത് അവരതിന് ആയത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇസ്ലാമിക ചരിത്രങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവരാ പറയുന്ന നിലപാട് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അവർക്ക് അതിനെതിരെ പഠിപ്പിച്ചു കൊടുത്തവരാണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനവും അനുബന്ധമായ സംഘടനകളൊക്കെ. അപ്പോൾ അവരോടൊക്കെ കൃത്യമായ വിയോജിപ്പുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയോട് അവരുടെ ആശയപരമായ കാര്യങ്ങളിൽ കാലങ്ങളായിട്ട് പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിയോജിപ്പുകളും വിമർശനങ്ങളും എമ്പാടുമുണ്ട്. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ, അത് സമുദായത്തെയും മുസ്ലിങ്ങളെയും ബാധിക്കുന്നൊരു വിഷയം വരുമ്പോൾ അവർ ഒരു ജെനുവിനായൊരു വിഷയം പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ ജെനുവിനായൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അതിനാരെങ്കിലും ഓൺ ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പറഞ്ഞവരെ കൂടി ഇവരോടൊപ്പം കൂട്ടിവെക്കുക, എന്നിട്ട് അത് മൊത്തം തീവ്രവാദികളാണെന്ന് പറയാം. അങ്ങനെ ഇതിൻ്റെ ഒരു ക്യാൻവാസ് ഇങ്ങനെ വർദ്ധിച്ച് വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ഹരീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയെ നമ്മൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു മുസ്ലിം വിരോധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് അയാൾ പറയണത് പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗും SDP ഒക്കെ കേസിൽ എന്ത് ചെയ്തത്, ഇടപെട്ടത്. അതായത് അവിടെ വേഗം കൊണ്ടുവരികയാണ് എന്ത്, ഒരു മതത്തിൻ്റെ ഛായയാണ് വേഗം ആ പ്രതിക്കും ആ വിഷയത്തിനും സംഭവത്തിനും വേഗം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം വിഷയങ്ങൾ സംഭവിച്ച വ്യക്തിക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ കൂടി നിലപാട് പുറത്തു വരുന്നൊരു സന്ദർഭം കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ. അതായത് ഇത്തരം വിഷയം വരുമ്പോൾ ഇതിലകപ്പെട്ട് വ്യക്തി മാത്രമല്ല ഇവിടെ എന്താവുന്നത് ഒരു പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്, മറിച്ച് അതിനോട് ആരാണ് ഇതിൻ്റെ ഇരക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലനിൽക്കുന്നത് സമൂഹം വിലയിരുത്തും. അതേപോലെ തന്നെ ആരാണ് ഈ പ്രതിയെ സംരക്ഷിക്കുന്നത് സമൂഹം വിലയിരുത്തും. അതേപോലെ തന്നെ ആരാണ് ഈ സന്ദർഭത്തിൽ സംസാരിക്കേണ്ട ആളുകൾ, നിർബന്ധമായും സംസാരിക്കേണ്ട ആളുകൾ മൗനം പാലിക്കുന്നത്, ആരാണ് ഒരു വാട്ട് അബൌട്ടറി പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അവരങ്ങനെയാണെങ്കിൽ ഇവരിങ്ങനെ ഇവർ ചെയ്തിക്കണമെങ്കിൽ മറ്റേ സമുദായത്തിൽ വേറെ കുറേ ചെയ്തിട്ടില്ലേ എന്ന് തൂക്കൊപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നത് ആരാണ്, പിന്നെ ഇതിനൊക്കെ വർഗീയമായി ഉപയോഗിക്കുന്നവരാരാണ്, ഇതൊക്കെ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് ശരിക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്, എല്ലാവർക്കും ഒരു ബോധം വേണം. പിന്നെ മാത്രമല്ല മുൻവിധിയുടെ ആഴം, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള മുൻവിധിയുടെ ആഴം ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ഈ ഉസ്താദ്, അതേപോലെ മദ്രസ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് എന്ത് ആ നരേറ്റീവ് കൊണ്ടുവന്നത്. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് കേരളത്തിൽ ഇത്രയും വിവാദമായിട്ടുള്ളത്? അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നേരത്തെ തന്നെ ഒരു നരേറ്റീവ് ഉള്ളതാണ് എന്ത്, മദ്രസ എന്ന് പറഞ്ഞാൽ ഈ പീഡനത്തിൻ്റെ ഒരു കേന്ദ്രമാണ് എന്ന നരേറ്റീവ് ഇവിടെ ഉണ്ടാക്കിയത് ഈ സംഘപരിവാർ ചാനലുകളാണ്, തീവ്ര വലതുപക്ഷ ഹാൻഡിലുകളാണ്, അതേപോലെ ഈ എക്സ് മുസ്ലിമീങ്ങളാണ്. ഇത്തരം ആളുകളുടെ പ്ലാറ്റ്ഫോമിൽ മുഴങ്ങിക്കേട്ടിരുന്ന ഒരു ശബ്ദമാണത്. ആ അതിൻ്റെ മെഗാഫോണായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ യഥാർത്ഥത്തിൽ ഈ മദ്രസ ഇതൊക്കെ അത് അങ്ങനെ കോയിൻ ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് എവിടെയും മനുഷ്യന്മാരിൽ എന്തുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് മദ്രസ എന്നോ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ കേന്ദ്രങ്ങളൊന്നും ഒന്നുമില്ല, എവിടെയും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ആ പ്രശ്നത്തെ വേഗം ഒരു സമുദായത്തിലേക്കും മതത്തിലേക്കും വേഗം വെച്ച് കെട്ടി ഏച്ചു കൂട്ടി അതിനെ മൊത്തം ടാർണിഷ് അടിക്കുന്ന രീതിയിലുള്ള ഒരു രൂപമുണ്ടല്ലോ, അത് ഇവിടുത്തെ വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ ആളുകളുടെ ആയുധമാണ്. ആ ആയുധം അതേപോലെ എടുത്ത് ഉപയോഗിക്കുന്നു ഒരു ഇടതുപക്ഷ പ്രവർത്തകനായ ഒരാൾ എന്ന് പറയുമ്പോൾ
അതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. അത് കേവലം അതൊരു ലീഗിൻ്റെ പ്രശ്നം, മറ്റേ പ്രശ്നം അവരെ പറയുന്ന അതല്ല, സമുദായത്തിൻ്റെ നെഞ്ചത്തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തിൽ ഇവർ പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അഥവാ കാരണം ഒന്ന് നമുക്ക് പറയാം, കുറ്റവാളികളെ ഈ മതത്തിലേക്ക് ചേർത്ത് വെക്കരുത് എന്ന് ഇവിടെ പറഞ്ഞത് ആരറിയോ? നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അതെങ്കിലും ഇവരൊക്കെ കേൾക്കണ്ടേ? ഇദ്ദേഹം ആ ഒരു പാർട്ടിയുടെ ഒരു അനുയായിയാണല്ലോ. അപ്പോൾ ശരിക്കും മുഖ്യമന്ത്രി പറഞ്ഞാണ് എന്ത്, നാർക്കോട്ടിക് ജിഹാദിൻ്റെ പ്രശ്നം വന്നു, ലവ് ജിഹാദിൻ്റെ ഇഷ്യൂ വന്നു, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നിന്നാണ് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മതത്തിൻ്റെ കള്ളിയിലേക്ക് ചേർക്കാൻ പാടില്ല. ഓരോ മതവിഭാഗത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണവും ഒക്കെ അവിടെ പ്രസിദ്ധീകരിച്ചു, അവിടെ അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഇത്തരം വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും അത് ഒരു മതത്തിൻ്റെ പേരിലേക്ക് വേഗം ആഖ്യാനിച്ച് കൊണ്ടുപോകുന്ന ഒരു ശൈലി എന്തല്ല, ഒരു ശരിയായ സമീപനമല്ല എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എന്താണ് ഈ വ്യഭിചാരം എന്ന് പറയുന്നുണ്ടല്ലോ, അത് കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, കാലിനുണ്ട്, കയ്യിനുണ്ട്. ഇതൊക്കെ അത്രക്ക് ഗൗരവത്തോടു കൂടി വ്യഭിചാരത്തെ സംബന്ധിച്ച് ഇതിന് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു ഇസ്ലാമിക് ഗവൺമെൻറ് ഉള്ള സ്ഥലമാണെങ്കിൽ ഈ വ്യഭിചരിച്ച വ്യക്തിയെ എന്ത് ചെയ്യണം, 100 അടി അടിക്കണം. മനസ്സിലായോ? 100 അടി അടിക്കണം. അത് ചെറിയ വിഷയമല്ല. വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം. അത്രക്ക് ഗൗരവമായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു മതമാണത്. അത്ര ആ രീതിയിലുള്ള നിയമവ്യവസ്ഥ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇഷ്യൂസുകൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക രാജ്യത്ത് നടപ്പാക്കുന്ന നിയമം ഇവർക്കും നടപ്പാക്കണം എന്നാണ് ആളുകൾ സാധാരണ എന്ത് ചെയ്യൽ പറയൽ. അപ്പം അത്രക്ക് സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു മതമാണെന്ത് ഇസ്ലാം. അപ്പോൾ അതിൻ്റെ പേരിൽ വേഗം വെച്ച് കെട്ടിയിട്ട് ഇവരൊക്കെ അങ്ങനെയാണ് എന്ന് വേഗം ആക്കി തീർക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ സംസാരം വന്നു എന്നുള്ളത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ എണ്ണം, ഓരോ സമുദായത്തിലുള്ള എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര നോക്കുന്ന ആളുകളുടെ മനസ്സ് അങ്ങേയറ്റം മലിനമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ കുറച്ച് ഉസ്താദന്മാർ ചെയ്താൽ വേറെയുള്ളവർക്ക് ചെയ്യാന്നുള്ളത് അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ലല്ലോ, അതൊന്നുമില്ല. അതൊക്കെ ഇദ്ദേഹം ഒരു സമുദായത്തിനെ ശരിക്കും എന്ത് ചെയ്യാണ്, ആക്രമിക്കുകയാണ്. എന്നിട്ട് അത് ഞങ്ങൾ മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞാണ്, SDPIനെ പറ്റി പറഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് ജാമ്യം എടുത്താലൊന്നും അതൊക്കെ എല്ലാവർക്കും എന്ത് ചെയ്യും, വേഗം മനസ്സിലാവും. പിന്നെ നമ്മൾ സ്പോട്ട് ലൈറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മദ്രസയെ പറ്റി അങ്ങനെയുള്ള ആശയമുണ്ടെങ്കിൽ അതിനെയൊക്കെ കൃത്യമായി നമ്മൾ ഈ സ്പോട്ട് ലൈറ്റിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായി അതിൻ്റെ തലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊറ്റ കാര്യം അവസാനിപ്പിക്കുമ്പോൾ പറയണുള്ളൂ, ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ തിരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഇതിൻ്റെ മെയിൻ ലീഡർഷിപ്പിനുണ്ട്. ആ മെയിൻ ലീഡർഷിപ്പ് CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയത്തെ തള്ളിപ്പറഞ്ഞില്ല എന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഗൗരവമായി ഇപ്പോൾ ഈ നിമിഷം വരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഏതിനധികം ഈ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിലുള്ള കുറേ സഹയാത്രികരുണ്ട്, അവരുടെ ഇടതുപക്ഷ നിരീക്ഷകന്മാർ, സഹയാത്രികർ, അവരിൽ നിന്ന് പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല എന്നൊരു സംഗതി എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പം എനിക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കുറേ മുസ്ലിം ആളുകളുണ്ടല്ലോ, അവർക്ക് പോലും ഇത് കൺസേൺ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ സമുദായത്തിനെയും ഇവിടുത്തെ ആളുകളെയൊക്കെ എങ്ങനെ പറഞ്ഞാലും അവർ ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി സംസാരിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇവരൊക്കെ ഇവർ തിരുത്തും, നേതാക്കന്മാർ തള്ളി പറയേണ്ടി വരും. പക്ഷെ അതൊന്നും അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പോലും, അവരുടെ കൂടെയുള്ള മുസ്ലിം വിഭാഗങ്ങൾക്ക് പോലും അതൊരു വിഷയമല്ല എന്ന രൂപത്തിലാണ് വരുന്നത്. ഇവിടെ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായ ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അതിനെപ്പറ്റി ആർക്കും ചർച്ചയില്ല. ആ കുട്ടിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞ് കുറേ രാഷ്ട്രീയ വിവാദം ഉണ്ടായിട്ട് വിഷയത്തെ എല്ലാവരും എന്ത് ചെയ്യാണ്, അങ്ങോട്ട് മറന്നു പോകുന്ന ഒരു സ്വഭാവമാണ് ഈ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇദ്ദേഹം ഈ ചെയ്തത് ഒരു പൊളിറ്റിക്കൽ ആരോപണത്തിൻ്റെ അപ്പുറം ഈ സമുദായത്തെ അനാവശ്യമായി ഇവിടെ സംഘപരിവാറും വലതുപക്ഷ തീവ്രവാദികളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ആവർത്തിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഉറപ്പിക്കുന്നു എന്നതാണ് ആ മനസ്സ് ഒരു ഇടതുപക്ഷത്തിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കും. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സാധാരണയായി മതം നോക്കി ആളുകൾ അങ്ങനെ പ്രതികരിക്കാറില്ല. എന്നാൽ ആ ഒരു സ്വഭാവത്തിലേക്ക് കേരളം മെല്ലെ മെല്ലെ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഏതാണ്ടൊരു 8 വർഷങ്ങൾക്ക് മുൻപാണ് കാശ്മീരിലെ കത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബക്കർവാൾ നൊമാഡിക് ഗ്രൂപ്പിൽപ്പെട്ട, ഇത് അലഞ്ഞ് നടക്കുന്നൊരു ഗ്രൂപ്പിൽപ്പെട്ട വിഭാഗത്തിലെ ഒരു മുസ്ലിങ്ങളാണ് ഒരു പെൺകുട്ടിയെ കാണാതെയാകുന്നത്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ മൃതദേഹം, പിച്ചി ചീന്തപ്പെട്ട മൃതദേഹം 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കണ്ടെടുക്കുന്നു.
അന്ന് ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ എല്ലായിടത്തും തിരഞ്ഞു എൻ്റെ കുട്ടിയെ, പക്ഷേ ഒരു അമ്പലമുണ്ടായിരുന്നു, അതൊരു അമ്പലമാണല്ലോ, അതുകൊണ്ട് അവിടെ മാത്രം ഞാൻ എന്ത് ചെയ്തില്ല, തിരഞ്ഞില്ല എന്ന്. അവിടെ വെച്ച് ആ അമ്പലത്തിനകത്ത് അതിൻ്റെ എന്താ പറയുക സാങ്ക്ടോറിയം ഉണ്ടല്ലോ, അതിനകത്ത് വെച്ച് അല്ലെങ്കിൽ അവിടെയാണ് ഈ കുട്ടിയെ തടവിലിട്ട് 5-6 പേര് പീഡിപ്പിച്ച് നിരന്തരമായിട്ട് പീഡിപ്പിച്ച് കൊന്നത് എന്നുള്ളതായിരുന്നു. അന്ന് ലോകം മുഴുവൻ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. പ്രതിപക്ഷ കക്ഷികൾ പാർലമെൻറ്റിൽ ബഹളമുണ്ടാക്കി, പുറത്ത് ബഹളമുണ്ടാക്കി. ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ രാത്രിയിൽ അവർ മെഴുകുതിരികൾ കത്തിച്ച് ഈ കുട്ടിക്ക് വേണ്ടി ചെയ്തു. ആസിഫയ്ക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവൻ അത്തരത്തിലുള്ള വലിയ വിലാപങ്ങളുണ്ടായി. എന്തിനേറെ വിദേശത്തുള്ള പലരും ഇതിൽ പ്രസ്താവനകൾ ഇറക്കി. അന്റോണിയോ ഗുട്ടറസ്, UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്ന് വ്യക്തമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു. ജോഹന്നാസ്ബർഗിൽ ആസിഫയ്ക്ക് വേണ്ടിയിട്ടൊരു സ്മാരകം ഉയർന്നു. അപ്പം അങ്ങനെ ഇവിടെ എല്ലാ അർത്ഥത്തിലും മുഴുവൻ ആളുകളും, ഇപ്പം നമ്മളീ പറയുന്ന CPIയുടെയും CPMൻ്റെയും ഒക്കെ നേതാക്കളെന്ന് അതിശക്തമായിട്ടുള്ള ഭാഷയിൽ, വൃന്ദ കാരാട്ടിനെ പോലുള്ളവരൊക്കെ അതിശക്തമായ ഭാഷയിൽ ഇതിനന്ന് അപലപിക്കുകയും ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. എന്നാലിവിടെ BJP നുണ പറയാൻ പാടില്ലല്ലോ. മോദി വിമർശിച്ചു, മേനകാ ഗാന്ധി ഒക്കെ വിമർശിച്ചു. പക്ഷേ BJPയുടെ തന്നെ ഒരു ഉപവിഭാഗമായിട്ടുള്ള ഹിന്ദു ഏകതാ മഞ്ച് എന്ന് പറയുന്ന ഒന്ന്, ഇത് വക്കീലന്മാരുടെ ഒക്കെ ഒരു സംഘടന, ഈ സംഘടന ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെയും അവർ കോടതിയിൽ ഹാജരാക്കുന്നതിനെതിരെയൊക്കെ അതിശക്തമായ നിലപാടെടുത്തു. എന്തിനേറെ FIR ഫയൽ ചെയ്യാൻ സമ്മതിച്ചില്ല. അത് അവർക്കെതിരെ കേസ് വന്നു, അറസ്റ്റ് വന്നു. അങ്ങനെ ഒരു ദിവസം അവർ കോടതിയൊക്കെ ബഹിഷ്കരിച്ചു. അപ്പോൾ അവിടെ ബാക്കി മുഴുവൻ ലോകവും ഒരു ഭാഗത്ത് നിൽക്കുകയും ഇപ്പറയുന്ന ഒരു വിഭാഗം BJPയായിട്ട് അനുകൂലിക്കുന്ന ഒരു വിഭാഗം പ്രാദേശികമായിട്ടുള്ള BJP നേതാക്കളും ഇവർ മാത്രമാണ് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നത്. എന്തിനേറെ വെച്ചാൽ അവർക്കൊരു ചെറിയ തുണ്ട് ഭൂമി ഈ സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ കുട്ടിയെ മറവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ആ കുട്ടിയെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്യേണ്ടതായിട്ട് പോലും വന്നു. ഈ സമയത്ത് കേരളത്തിൽ ഒരു കൊടാക് മഹീന്ദ്രയുടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, ആസിഫ കൊല്ലപ്പെട്ടത് നന്നായി, കാരണം അല്ലെങ്കിൽ നാളെ അവൾ ഒരു മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വിഷലിപ്തമായ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയും നമ്മൾ കണ്ടു. എന്നാൽ ഈ സമയത്ത് ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നാവുന്നൊരു കാര്യം, നമുക്ക് പല നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ രാജ് താക്കറെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ നവനിർമ്മാൺ സേനയുടെ നേതാവ്, അദ്ദേഹം നമുക്കറിയാം ശിവസേനയുടെ ഭാഗമായിരുന്ന ആളാണ്. എത്രമാത്രം ഒരു വർഗീയമായിരുന്നു എന്ന് നമുക്കറിയാം. ഫയർ ബ്രാൻഡ് ലീഡറായിരുന്നു. പക്ഷെ അദ്ദേഹം അന്ന് അതിശക്തമായിട്ട് BJPയെ വിമർശിച്ചു. അദ്ദേഹം പോലും എന്നാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹം എന്താ പറഞ്ഞറിയോ, ഈ പ്രതികളെ ശരിയ അനുസരിച്ച് ശിക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം BJPയെ ചോദിച്ച ചോദ്യം വെച്ചാൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരമൊരു വിഷയത്തെ കമ്മ്യൂണലൈസ് ചെയ്യാൻ കഴിയുന്നത്? ഇന്നിതിനെ കമ്മ്യൂണലൈസ് ചെയ്യുന്നവരോട് നമ്മൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യവും അന്ന് രാജ് താക്കറെ ചോദിച്ച അതേ ചോദ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾ ബലാത്സംഖ്യകൾക്ക് വേണ്ടി ത്രിവർണ്ണ പതാക വീശുന്നു, ആ മൂവർണ്ണ കൂടി അവർക്ക് വേണ്ടിയുള്ളതല്ല, അവർക്ക് വേണ്ടി നിങ്ങൾ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു. പിന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, ഈ 8 വയസ്സായൊരു പെൺകുട്ടി, അവൾക്ക് മതം എന്താണെന്ന് പോലും അറിയാനിടയില്ല. ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു പെൺകുട്ടി ഒരാഴ്ച കടന്നുപോയ വേദനയെക്കുറിച്ചെങ്കിലും നിങ്ങൾക്കൊന്ന് ഓർക്കാമായിരുന്നില്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരം ഒരു ബലാത്സംഗക്കാരെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്നതെന്നുള്ളതാണ് ഈ ചോദ്യം. ആര് പറഞ്ഞതാണെങ്കിലും ചോദിച്ചാലും ശരി, ഇന്നും ലോകത്ത് മുഴങ്ങി കേൾക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ വിഷയത്തിലും പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരംശം അതാണ്. മനുഷ്യത്വത്തെ നിരാകരിക്കുന്ന
മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയെ, പ്രത്യേകിച്ചും ഇത്രയും ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടി അനുഭവിച്ച വേദനയെ മറച്ചു പിടിക്കുന്ന, അതിനെ പാടെ തള്ളിക്കളയുന്ന രൂപത്തിലുള്ള മനുഷ്യത്വഹീനമായിട്ടുള്ള ചില നിലപാടുകൾ ചിലർ സ്വീകരിക്കുക. അപ്പോൾ അവിടെ നിന്ന് CBI അന്വേഷണത്തിന് വേണ്ടി അവരാവശ്യപ്പെട്ടു. ഇതൊരു പൊളിറ്റിക്കൽ അക്യൂസേഷനാണ് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഈ നമ്മുടെ BJP മെഹബൂബ മുഫ്തിയും ഒന്നിച്ചാണ് ഭരിക്കുന്നത്. പക്ഷെ അങ്ങനെ CBI അന്വേഷണമൊന്നും എന്ത് ചെയ്യില്ല, നടന്നില്ല. മധ്യപ്രദേശ് എന്നുള്ളൊരു MP എന്ന് പറഞ്ഞാൽ ഇത് പാകിസ്ഥാൻ എന്നുള്ള പട്ടാളക്കാർ വന്നിട്ട് ബലാത്സംഗം ചെയ്തതാണ് വന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഇന്ത്യയിൽ ക്ലച്ച് പിടിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാ വിഭാഗക്കാർക്കും, എല്ലാ മതവിഭാഗങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലൊക്കെയുള്ള മുഴുവൻ മനുഷ്യരും അന്ന് ഇതിനെ കടുത്ത ഭാഷയിൽ അപലപിക്കാൻ തയ്യാറായി. സമാനമായ ഒരു കേസിൽ ഇന്ന് BJPക്ക് ഒരു കൂട്ടുകക്ഷിയെ കിട്ടിയിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതല്പം വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് എന്നിട്ട് EP ജയരാജൻ പറഞ്ഞ എന്താ അറിയോ, ഇദ്ദേഹം എല്ലാം പഠിച്ചു പറയുന്ന ഒരാളാണെന്നാണ്. അപ്പം അങ്ങനെ പഠിച്ചിട്ട് പറഞ്ഞ ഇതാണ്. അപ്പോൾ വ്യക്തമാണത് അതിനകത്തുള്ള രാഷ്ട്രീയ നിലപാട് എന്താണെന്നുള്ളത്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ എനിക്ക് ഇതിലൊരു അപജയം എന്താ വെച്ചാൽ, മുൻപിലൊരു തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ സാമൂഹ്യ ധ്രുവീകരണം നടത്തുന്ന ചില ആശയങ്ങളെ, വിഷയങ്ങളെ പ്രസ്താവനകളാക്കി മാറ്റുക എന്ന് പറയുന്നതിലൊരു ക്രൂരതയുണ്ട്. അതിനേക്കാളൊക്കെ വിശാലമായി ചിന്തിക്കേണ്ടവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ. കാരണം കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഗോർക്കിയുടെ ഒരു പ്രസ്താവമുണ്ട്, മനുഷ്യൻ്റെ എത്ര മഹത്തായ പദമെന്നുള്ളത്. കോംറേഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഒരു എൻറ്റിറ്റിയെ, കാരണം ദൈവമൊന്നുമില്ലല്ലോ, അതിൻ്റെ വലുപ്പത്തെ, മഹത്വത്തെ പ്രകീർത്തിക്കുന്നവരാണ്. അതിനെ തികച്ചും അവമതിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഈ നടന്ന പ്രസ്താവന എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ ഇവർക്കൊക്കെ പലപ്പോഴും സംഭവിക്കാം. ഇപ്പോൾ എത്തിസ്റ്റുകൾ എന്താണ്, ഹ്യൂമനിസത്തിൽ നിന്നാണ് എത്തിസം ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് ഡോക്കിൻസിലും സാം ഹാരിസിലും നമ്മുടെ ഇവിടുത്തെ രവിചന്ദ്രനിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു എത്തിസം അറിയാം. ഇതേപോലുള്ളൊരു പതനമുണ്ടല്ലോ. ഈ പതനത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു പാത ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ ഈ പ്രസ്താവനകളിലൂടെയൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്നെന്താ വെച്ചാൽ ഇതിനെ എങ്ങനെയാണ് വടക്കേ ഇന്ത്യയിൽ നോക്കിക്കാണാൻ പോകുന്നത്. CPM ഭരിക്കുന്ന, CPM ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൽ പോലും ഹിന്ദുക്കൾക്ക് രക്ഷയില്ല. അവരുടെയും മുകളിൽ നിൽക്കുന്നതാണ് ഇവിടെയുള്ള മുസ്ലിം വർഗീയവാദികളുടെ സ്വാധീന ശക്തി എന്ന നിലയിലുള്ള പ്രചരണത്തിനാണ് ഈ ആയുധം കൊടുക്കുന്നത്. അതിൻ്റെ അപകടം എത്രയാണെന്ന് അറിയണ്ടേ. അപ്പോൾ ഇവിടെ തന്നെ കൊലച്ചോറ് തിന്നുകയാണ് എന്തായാലും ഇവിടെ CPM അടക്കം ചെയ്തത്. ഇത് തിരുത്തപ്പെടേണ്ടതാണ്, അതിശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പോലും അതിനെ അത്ര ശക്തമായിട്ട് ഏറ്റെടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം അതിൽ യാതൊരു വിധത്തിലുള്ള മാമൂൽ സിദ്ധാന്തങ്ങളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ കാണേണ്ടതില്ല. കാരണം ഇത് ഈ സമൂഹത്തെ വിഷം കൊടുത്തു കൊല്ലുന്നതിന് തുല്യമായൊരു പ്രവൃത്തിയാണ്. ആ വിഷക്കോപ്പ് അവരിൽ നിന്ന് വാങ്ങി വയ്ക്കേണ്ടതുണ്ട്.